exercise. All of you, please come onto the stage and be seated. Thank you all. Now, I am honored to invite our esteemed principal of St. Anthony's SSS Mutholi, Srimati Minnie Matthew, for the welcome speech. Ma'am, please. മാത്യു മാനത്തരിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയ ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കുട്ടികളെ, നമ്മുടെ സ്കൂൾ ഇന്ന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇക്കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച നമ്മുടെ കുട്ടികളെ അനുമോദിക്കുന്നതിനും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തുന്നതിനുമായാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു ആനത്തരിക്കൽ CMI. അച്ഛനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ഏതൊരു ചെറിയ കാര്യത്തിൽ പോലും അച്ഛൻ അതീവ ശ്രദ്ധ കാണിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്തിക്കാനും അഭിനന്ദിക്കേണ്ടവയെ അഭിനന്ദിക്കാനും അച്ഛൻ യാതൊരു മടിയും കാണിക്കാറില്ല. സ്കൂളിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന ബഹുമാനപ്പെട്ട മാത്യച്ചനെ ഏറെ സ്നേഹത്തോടെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ CMI കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ വാസ്റ്റിൻ മംഗലത്തിൽ CMI നമ്മുടെ സ്കൂളിനെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനായി എല്ലാ തരത്തിലുള്ള സഹായവും നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. സ്കൂൾ മുന്നണിയിലെത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ വിളിക്കുമ്പോൾ ക്ഷമയോടെ അത് കേൾക്കാനും അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും എപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. ഈയിടെ ഹയർ സെക്കൻഡറിയിൽ ടീച്ചിങ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികളിൽ ഉടനടി പരിഹാരം കണ്ടെത്തി സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ഭാസനച്ചനെ വളരെ സ്നേഹത്തോടെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് G. മീനഭവൻ. അദ്ദേഹം നമുക്ക് വളരെ സുപരിചിതനായ വ്യക്തിയാണ്. നമ്മുടെ വരട്ടെ ഒരു പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ടു. ഇന്നലെ വിളിച്ചപ്പോഴും മീറ്റിംഗ് തുടങ്ങിക്കോ, വരാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. എത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഏറെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാകുന്ന പ്രസിഡന്റിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജൻ മുണ്ടകറ്റവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റൂബി ജോസും വരാം എന്ന് കേട്ടിരുന്നു. രാവിലെ വിളിച്ചു പറഞ്ഞു അവർക്ക് അസൗകര്യമുണ്ട്, എത്താൻ പറ്റുന്നില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി സ്കൂളിന്റെ കാര്യത്തിൽ വളരെയേറെ പിന്തുണ നൽകുന്ന ഈ രണ്ട് മഹത് വ്യക്തികളെയും
ഞാൻ ഒറ്റ വാക്കിൽ നമ്മുടെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ മുൻ പ്രിൻസിപ്പൽ ഷൈൻവാൾ ടീച്ചറായിരുന്നു. ഏറെ ആഗ്രഹിച്ചു ടീച്ചർ എന്നേ ദിവസം വന്നെത്താനായി. വളരെ എനിക്ക് കുട്ടികളെ കാണണമെന്നും പോയ കുട്ടികളോട് വരാൻ പറയണമെന്നും എല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ടീച്ചറിന്റെ മാതാവ് വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ്ഡാണ്. അതിനെ സംബന്ധിച്ച് ഒരു പ്രധാന തീരുമാനമെടുക്കാൻ ഡോക്ടറിനെ കാണേണ്ടതായി വന്നു. ഇന്നലെ രാത്രി ടീച്ചറിനെ വിളിച്ചു. വരാൻ പറ്റില്ല. ഏറെ മനസ്സുകൊണ്ട് ഈ വേദിയിൽ ടീച്ചർ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. അത്രമാത്രം ടീച്ചർ ഇന്നിവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം. എങ്കിലും നന്ദിയുടെ 2 വാക്ക്. ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയതിൽ ടീച്ചറിന്റെ പങ്ക് വിലമതിക്കാനാവാത്തതാണ്. 3 വർഷക്കാലം സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. നിങ്ങളെ വഴി നടത്തി ഏറെ മോശമല്ലാത്ത 15 A+ എന്ന ഒരു നേട്ടം +2 ബാച്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ശരിക്കും ഈ വിജയം ടീച്ചർ അവകാശപ്പെട്ടതാണ്. അത് ശരിക്കും എന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് ഞാൻ കാണുന്നു. അടുത്ത് പെരുമാറുന്ന അറിയുന്ന ആർക്കും ഷൈനി ടീച്ചറിനെ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു വലിയ ആൽമരം പോലെ നന്മ മരമായി മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ വാല്യൂസ് ഉള്ള ഒരു നന്മ മരമായാണ് ആ വ്യക്തിത്വം നിലകൊള്ളുന്നത്. ടീച്ചറിന്റെ അഭാവത്തിൽ ഹൃദയംഗമായ വളരെ സ്നേഹത്തോടുകൂടി ഹാർദവുമായി ഞാൻ ടീച്ചറിനെ കൂടി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഹെഡ് മിസ്റ്റർ ഷൈൻവാൾ ടീച്ചർ, ആശംസകൾ അർപ്പിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികൾ ജോ മേഴ്സി, അഞ്ജലി രാജ് എന്നിവരെ ഒറ്റ വാക്കിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മുൻ ഹെഡ് മിസ്റ്റേഴ്സ് ജിനി ടീച്ചറും ഹയർ സെക്കൻഡറി കെമിസ്ട്രി അധ്യാപിക ബീന ടീച്ചറും ഈ യോഗത്തിൽ ഏറെ സ്നേഹത്തോടെ വന്നെത്തിയിട്ടുണ്ട്. അവരെ വിസ്മരിക്കാൻ പറ്റില്ല. രാവിലത്തെ കാലാവസ്ഥ അനുകൂലമല്ല എങ്കിലും നിങ്ങൾ കുട്ടികളെ കാണാനും ഈ സ്കൂളിനോടുള്ള അകമഴിഞ്ഞ സ്നേഹവും 2 കൊണ്ടാണ് ടീച്ചർമാരുടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 2 പേരെയും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ജോസഫ് 3 വർഷക്കാലമായി നമ്മുടെ PTA പ്രസിഡന്റ് പദം അലങ്കരിക്കുന്ന ഒരു വിലപ്പുറത്ത് ഏത് കാര്യത്തിലും ഓടിയെത്തുന്ന ഷിജോയെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഈ അവസരത്തിൽ നമ്മുടെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഒരു വട്ടം കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അവസരത്തിൽ പ്രശസ്ത ഫുട്ബോളർ പെലെ പറഞ്ഞ വാക്കുകൾ ഞാൻ അനുസ്മരിക്കട്ടെ. വിജയം എന്നത് യാദൃശ്ചികമല്ല. അത് തീർച്ചയായും കഠിനാധ്വാനവും ത്യാഗവും തുടർച്ചയായുള്ള പരിശീലനവും എല്ലാം കൂട്ടിച്ചേർന്നതാണ്. നിങ്ങൾ ഓർത്തിരിക്കുക, വിജയം എന്നത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. അതിന് പിറകിൽ തീർച്ചയായും കഠിനാധ്വാനവും നമ്മുടെ അർപ്പണബോധവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ഒരു വാചകം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ. അടുത്ത ബാച്ചിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളുടെ സീനിയേഴ്സിന് അനുമോദനങ്ങൾ അർപ്പിക്കുന്ന ഈ വേദിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ, വിജയം യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. അതിന്റെ പിറകിൽ അർപ്പണബോധവും കഠിനാധ്വാനവും വേണം. ഈ ഒരു കാര്യം നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Thank you, ma'am. We are delighted to welcome the captain of our ship, our dear principal, Srimati Minnie Matthew, to our gathering. സൗമ്യതയുടെ മുഖവുമായി നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ മാത്യു ആനത്താനിക്കൽ CMI അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേലധികാരി കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ബാസ്റ്റൻ അച്ഛൻ, ആദരണീയരായ പ്രിൻസിപ്പൽ മിനി ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ, മുൻപ് ഹെഡ്മിസ്ട്രസും വൈസ് പ്രിൻസിപ്പലുമായിരുന്ന ജിജി ടീച്ചർ, ബീന ടീച്ചർ, ആദരണീയരായ അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ സ്കൂളിന്റെ 24-25 വർഷത്തെ വിജയദിന ആഘോഷമാണ്. കുട്ടികളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ പെർഫോമൻസ്, അവരുടെ പഠനം, മറ്റ് പഠ്യേതര പദ്ധതികളിൽ ഉണ്ടായിരുന്ന അവർക്ക് കിട്ടിയ ദൈവദാനത്തിന് നന്ദി പറഞ്ഞ് അതിന് അംഗീകാരം നേടുന്ന ദിവസമാണ് വിജയദിനാഘോഷം, അല്ലെങ്കിൽ മെറിറ്റ് ഡേ. ഈ മെറിറ്റ് ഡേയുടെ പിന്നില് ഒന്നാമത് നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, അധ്വാനിച്ച് പഠിച്ച്, അതുപോലെ പല വിധത്തിൽ നിങ്ങളുടെ അധ്വാനം അതിന് പിന്നിലുണ്ട്. പക്ഷേ അതോടൊപ്പം നിങ്ങളെ സഹായിച്ച ഔട്ട്ഗോയിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ ഷൈനി, അതുപോലെ ജിജി ടീച്ചർ, പ്രസന്റ് പ്രിൻസിപ്പലും പ്രസന്റ് വൈസ് പ്രിൻസിപ്പലും, അധ്യാപകരും അനധ്യാപകരും എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഞാൻ നന്ദി പറയുകയാണ്. കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ 2-3-4 ദിവസം മാറ്റിവെച്ചത്. ഈ 24-25 വർഷം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. പഠനത്തിലും പാഠ്യേതര പദ്ധതികളിലും എല്ലാം നിങ്ങൾ മികച്ചവരാണ്. ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്. പക്ഷെ കുറെ കൂടി ഈ ആഗ്രഹത്തെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളെ, പഠന രീതികള്, പെരുമാറ്റ ശൈലികള്, മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയുമുള്ള നിങ്ങളുടെ ആദരവ്, അത് കുറെ കൂടി വ്യത്യസ്തമായിട്ട് ആഴമായ ബോധ്യങ്ങളോടുകൂടി നിങ്ങൾ വളരുമ്പോൾ ഈ പഠനത്തോടൊപ്പം നിങ്ങളുടെ ശാരീരിക വളർച്ചയോടൊപ്പം നിങ്ങളുടെ വ്യക്തിത്വങ്ങളും വളർന്നു വരും. അതിനൊന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നല്ല ഉറച്ച ലക്ഷ്യമുണ്ടാകും. ഞാൻ ഇവിടെ 150-150ഓളം കുട്ടികൾ ബോർഡിങ്ങിലുണ്ട്, സ്കൂളിലുണ്ട്. അഡ്മിഷനായിട്ട് വരുന്നവരൊക്കെ ചോദിക്കും, +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു 80% കുട്ടികൾക്ക് ഉത്തരവുണ്ട്. 80-70 എന്ന് പറയും. ബാക്കി ശതമാനം കുട്ടികൾക്ക് ഉത്തരവില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് ഒരു ഗോൾ, ഒരു ലക്ഷ്യം പറഞ്ഞു കൊടുക്കണം. ഇന്നതാണ് അതിന്റെ 8, 9, 10, 11, 12 ക്ലാസ്സുകളൊക്കെ ആവുമ്പോൾ ആ കുട്ടിയുടെ വളർച്ചയില്, പഠനത്തില്, പെരുമാറ്റ ശൈലിയില് ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്കും അവനും അവൾക്കും ഉന്നതമായ വിജയം നേടാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ലക്ഷ്യബോധം, രണ്ടാമതായിട്ട് ഹാർഡ് വർക്ക്. +2 പഠിക്കുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, വെച്ചാൽ ഒത്തിരി ജോലിയുണ്ട്, ഒത്തിരി വർക്കുണ്ട്. നമ്മുടെ മോളെ നീ ചെയ്യണത്, രാത്രിയും പകലും നല്ല വർക്കുണ്ട്. +1 വന്നിരിക്കുന്ന കുട്ടികൾ ആദ്യമാണ്, ആദ്യത്തെ 1, 2, 3 ആഴ്ച സ്ട്രഗിളുണ്ട്, അത് കഴിയുമ്പോൾ അത് പിക്കപ്പ് ചെയ്യും. അപ്പോൾ ഈ ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും.
ഈ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ, നല്ല സ്വഭാവമുള്ള ആദർശമുള്ള വ്യക്തികള് പഠനത്തോടൊപ്പം ഈ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ആയതിനാൽ ഇന്ന് വളരെയേറെ കുട്ടികൾക്ക് ധാരാളമായ ക്യാഷ് അവാർഡ് ഇവിടെ വിതരണം ചെയ്യും. ട്രോഫിയുണ്ട്, അതോടുകൂടി ക്യാഷ് അവാർഡ്. അത് നിങ്ങളുടെ കഴിവാണ്. ഈ അധ്യാപകരുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും പ്രോത്സാഹനമുള്ള നിങ്ങൾ നേടിയതാണ്. ഞാൻ ഇന്ന് പ്രൈസ് മേടിക്കുന്ന എല്ലാവർക്കും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഹൃദയംഗമമായി നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു. അധ്യാപകരെയും അനധ്യാപകരെയും മാതാപിതാക്കളെയും ആദരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ദിവസത്തിന്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Let's extend a warm welcome to Reverend Father Bastien Mandala to CMI, the Corporate Minister of St. Joseph Province of Kottayam, for the lamp lighting ceremony. Father, please. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ മാത്യു ആൻസരികർച്ച, സ്കൂൾ പ്രിൻസിപ്പൽ മിനി മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസഫ്, PTA പ്രസിഡന്റ് ഷിജോ, സ്നേഹമുള്ള ജിസ് ടീച്ചർ, പ്രിയമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ആഘോഷിക്കുന്ന ദിവസം എന്ന് വേണേ പറയാം. 10 വർഷവും 12 വർഷവും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് തങ്ങൾക്കുള്ള കഴിവുകൾ, ദൈവം തന്ന കഴിവുകൾ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ പുറത്തെടുത്ത് നല്ല വിജയം നേടി വന്നിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുക. ഇവർ തങ്ങളുടെ ജീവിതം കൊണ്ട് തങ്ങൾ മികച്ചവരാണ്, ഞങ്ങൾക്ക് ഒത്തിരിയേറെ കഴിവുകളുണ്ട് എന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഈ സ്കൂളിൽ നിന്ന്, സെന്റ് ആന്റണീസ് സ്കൂൾ മുത്തോലിയിൽ നിന്ന് അവര് മറ്റു സ്കൂളിലേക്ക് പോകുന്നവരുണ്ട്. ഇവിടെ തന്നെ +2 പഠിക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. +2 കഴിഞ്ഞ് മറ്റു പല കോളേജുകളിലേക്കോ ഒക്കെ
മാറിപ്പോകുന്നവരുണ്ട്. ഇവരിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ തങ്ങൾ മികച്ചവരാണെന്ന് മാത്രമല്ല, സെന്റ് ആന്റണീസ് പുത്തോലി സ്കൂളിൽ നിന്ന് സ്വീകരിച്ച നന്മകളും നല്ല നല്ല വാല്യൂസ് അത് തങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഞങ്ങൾ മികച്ചവർ മാത്രമല്ല, ഞങ്ങൾ നല്ലവരുമാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ള അവരുടെ ജീവിതം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്, കഴിവുകളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഞാൻ പറയാം, നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ സമയമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള നമ്മുടെ സമയം. ഈ സമയം ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ഇത് എപ്രകാരം നമ്മൾ ഉപയോഗിക്കുന്നു, എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലെ കഴിവ് സത്ത ഏതാണെന്ന് മനസ്സിലാക്കി അത് എത്രമാത്രം പരിപോഷിപ്പിക്കുന്നു, അതിനെ പ്രോത്സാഹനം നൽകുന്നു, നന്മയുടെ മാർഗങ്ങളായി ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം വിജയിക്കുക. പരാജയപ്പെടാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും വിജയത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ വലിയ ഒരു കഠിനാധ്വാനം നമുക്ക് ആവശ്യമുണ്ട്. 2 ദിവസം മുമ്പ് നമുക്കറിയാം, ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് ഉയർത്തി. 2024 വേൾഡ് കപ്പ്. 2021 ശേഷം ഇന്ത്യക്ക് ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല. 2024 വേൾഡ് കപ്പ് ഉയർത്തിയപ്പോൾ നാം എല്ലാം വളരെ സന്തോഷിക്കുന്നു. ആ ടീമിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. രാജ്യം മുഴുവൻ ആഹ്ലാദത്തിന്റെ ദിവസമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 13 വർഷങ്ങൾ ഇവർ ഒത്തിരിയേറെ പരാജയത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ പരാജയങ്ങളെയൊക്കെ അവർ വിജയത്തിന്റെ ചവിട്ടുപിടികളായി, ഈ പരാജയങ്ങളുടെ എല്ലാം സത്ത അതിന്റെ അടുത്ത വിജയത്തിലേക്ക് ലക്ഷ്യമാക്കി മാറ്റിവെച്ചുകൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്ത് 2024 ഒരു വിജയം നേടുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്തു, നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ടെങ്കിലും പലപ്പോഴും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അവയെല്ലാം തരണം ചെയ്ത് പരാജയപ്പെടുത്തി ഓരോ നിമിഷവും ഒരു ലക്ഷ്യത്തിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ അന്തിമമായ വിജയം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന വ്യക്തികളെ നാം കാണും. പക്ഷേ നമ്മുടെയൊക്കെ തീരുമാനം അതല്ല. ഏത് പ്രതിസന്ധിയെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം പിടിക്കും, തേടിപ്പിടിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും നമ്മുടെ കഠിനാധ്വാനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. മഴ പെയ്യുമ്പോൾ പക്ഷികളും പ്രവികളും ഒക്കെ മഴ നനയാതെ ഏതെങ്കിലും പാറക്കെട്ടുകളിലടിയിലോ വൃക്ഷങ്ങളിലടിയിലോ സങ്കേതം തേടും. കാരണം അവർക്ക് മഴ നനയാൻ താല്പര്യമില്ല. എന്നാൽ ഒരു പക്ഷി മാത്രം ഈ മഴമേഘങ്ങളുടെ മുകളിലൂടെ പറന്ന് ഈ മഴമേഘങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് നമുക്കറിയാം, കഴുകൻ. കാരണം പ്രതിസന്ധികളെ അതിന്റെ മുകളിലൂടെ പറന്ന് പരാജയപ്പെടുത്തി തന്റെ ലക്ഷ്യം നേടുന്ന കഴുകനെ പോലെ ജീവിതത്തിലെ പരാജയങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുകളിലൂടെ പറന്ന് അവയെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ. നമുക്ക് നന്മയുണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ ഇനി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുവാനും ഓരോ സമൂഹത്തിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചുകുട്ടികൾ. ഒരിക്കൽ എബ്രഹാം ലിങ്കന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഏകദേശം 14 വയസ്സുള്ള സമയത്ത് അമേരിക്കയിലെ അടിമ കച്ചവടം നടക്കുന്ന ചന്തയിൽ അദ്ദേഹത്തിന് സന്ദർശിക്കുവാൻ ഇടയായി. അദ്ദേഹം നിങ്ങൾക്കറിയാം, എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനല്ല, അദ്ദേഹം ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ്. ഈ ചന്തയിൽ സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടു വളരെ പരിതാപകരമായ സ്ഥിതിയിൽ കറുത്ത വർഗ്ഗക്കാരായ ആർഭികക്കാരെ മനുഷ്യനല്ല മൃഗങ്ങളെ പോലെ കണ്ട് അവരെയെല്ലാം വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി കച്ചവടം നടന്ന ഒരു വലിയ ചന്ത, പൈസ കൊടുത്ത് നമ്മുടെ കന്നുകാലികളിലേക്ക് മേടിക്കുന്നത് പോലെ ഈ മനുഷ്യരെ മേടിച്ചുകൊണ്ട് അവരുടെ ജോലികൾക്കായി ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് കണ്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, 14 വയസ്സുള്ള കൊച്ചുകുട്ടിയായ എബ്രഹാം തീരുമാനിച്ചു, എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
എന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുവാൻ അവസരം കിട്ടുമെങ്കിൽ, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുവാൻ ഞാൻ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുന്നു. പിന്നീട് അദ്ദേഹം പഠനമൊക്കെ പൂർത്തിയാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒത്തിരി പ്രാവശ്യം ഇലക്ഷനിലൊക്കെ മത്സരിച്ചു. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് പരാജയമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് 10 ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ട് 11ാമത്തെ ഇലക്ഷനിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം ഒപ്പുവെച്ചത് അടിമത്തം ഇല്ലായ്മ ചെയ്യുന്ന ബില്ലിലാണ് അദ്ദേഹം ആദ്യം ഒപ്പുവെച്ചത്. 14 വയസ്സുള്ളപ്പോൾ ഒരു കൊച്ചുകുട്ടിയായപ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ അനുഭവ സഹജീവികളോടുള്ള ഒരു സഹാനുഭൂതിയിൽ ഉളവായ വലിയ ഒരു തീരുമാനം അദ്ദേഹം തന്റെ ജീവിതം വഴി പൂർത്തിയാക്കുകയും ഒത്തിരിയേറെ ആൾക്കാർക്ക് നന്മ ചെയ്യുന്ന വലിയൊരു തീരുമാനം ഏറ്റെടുക്കുവാനും പൂർത്തിയാക്കുവാനും അദ്ദേഹം സാധിച്ചു. അദ്ദേഹത്തിന് ഒത്തിരിയേറെ പരാജയങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ആ പരാജയങ്ങളെ ഒന്നൊന്നായി തരണം ചെയ്ത് അദ്ദേഹം വിജയം വരിച്ചു. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തങ്ങളുടേതായ ഒരു ദൗത്യം ഈ ഭൂമിയിൽ പൂർത്തിയാക്കുവാനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. പഠനത്തിന്റെ മികവോ പരീക്ഷയുടെ മാർക്കോ എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ആരായിത്തീരണം, എന്തായിത്തീരണം, എന്നിലെ പ്രത്യേകതകൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന, കുടുംബത്തിന് നന്മ ചെയ്യുന്ന, രാഷ്ട്രത്തിനെ സേവിക്കുന്ന നല്ല പൗരന്മാരായി നിങ്ങൾ വളരുമ്പോൾ മാത്രമേ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശരിയായ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ശരിയായ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലൂടെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ അവസരത്തിൽ ഈ മെരിറ്റ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രവർത്തന ക്ലബുകളുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Dear friends, please join me in welcoming Master Edwin Zoe of Class 12B to the stage for a captivating solo performance. കണ്ണിലൂടെ നോവിലൂടെ വീണ്ടും ഒരു വരവില്ലേ നോക്കുവില്ലേ കോളമഞ്ഞിൻ ചിരിയിലൂടെ
ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ശ്രീ ഷിജോ ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ സ്കൂൾ മാനേജർ മാത്യു ആനന്ദ യോഗം ഉദ്ഘാടനം ചെയ്ത കോർപ്പറേറ്റ് മാനേജർ വാസനസ, സ്കൂൾ പ്രിൻസിപ്പൽ ടീച്ചർ, ഹെഡ് മിസ്സസ് ഷൻ ടീച്ചർ, മറ്റ് അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിൻ്റെ വിജയത്തിൻ്റെ ആഘോഷം നമ്മളിപ്പോൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായി അച്ഛൻ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടാടുക. വളരെയേറെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി അതിൻ്റെ വിജയം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു അഭിമാനം, അല്ലേ, ഒരു സന്തോഷം തോന്നും. തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് ഈ വിജയം ആവർത്തിക്കുവാൻ, അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് നമ്മുടെ രക്ഷിതാക്കളൊക്കെ നമ്മളെ പറഞ്ഞു വിടുന്നു. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ അധ്യാപകരാണ്. ഒത്തിരി നന്ദി PTA ഭാഗത്തുനിന്ന് ടീച്ചേഴ്സിന് ഞാൻ പറയുകയാണ്. ഒത്തിരി നന്ദി എന്ന ഹൃദയത്തോടെ ടീച്ചേഴ്സിനെയും ഒപ്പം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൂടൽമഞ്ഞുള്ള വഴിയിലേക്ക് നമ്മൾ നേരെ അധികം ദൂരം നോക്കി നമുക്ക് ഒന്നും ദൃശ്യമാകത്തില്ല. പക്ഷെ നമ്മൾ പതിയെ മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്കുള്ള വഴി താനെ തുറന്നു വരും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പഠിക്കാനുള്ള അസൗകര്യങ്ങളുണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ ഒരു അധ്വാനം നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനുമുള്ള എല്ലാ വഴികളും ദൈവം നമുക്ക് തുറന്നു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും വരും വർഷങ്ങളിലും ഒരു വലിയ വിജയം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയോടെ സ്നേഹപൂർവ്വം ഈശ്വർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സർ. ആശംസ അർപ്പിക്കുന്നതിനായി ബിയാമിസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ മാത്യു അച്ഛ, കോർപ്പറേറ്റ് മാനേജർ വാസുദേവൻ അച്ഛ, പ്രിൻസിപ്പൽ മിനി ടീച്ചർ, ഹെഡ് മിസ്സസ് ഷൈനി ടീച്ചർ, PTA പ്രസിഡന്റ് മിസ്റ്റർ ഷിജോ, മുത്തുവലി സെന്റ് ആന്റണീസ്
ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മെറിറ്റ് ഡേ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഷൈനി ടീച്ചറിനെയും ജിജി ടീച്ചറിനെയും എന്നെയും ഒക്കെ ക്ഷണിച്ചിരുന്നു. ഷൈനി ടീച്ചറിന്റെ അഭാവത്തിൽ കുട്ടികൾക്ക് ഒരു ആശംസ അർപ്പിക്കുവാൻ ഏറെ ആഗ്രഹം തോന്നിയതിനാലാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയത്. നോട്ടീസിലൊന്നും പേരില്ലാത്തത് കൊണ്ട് ഞാൻ കയറുകയില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം കുട്ടികളെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ വിജയത്തിന്റെ പിന്നിൽ ഒരു ചെറുകൈ സഹായം ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നത് ഏറ്റവും എനിക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കുവാനും എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുവാനും കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇനി ടീച്ചർമാര് എത്ര പഠിപ്പിച്ചാലും കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ A+ ഒരു ഉന്നത വിജയം ഒന്നും കിട്ടുകയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് A+ നേടിയ എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഹാർദമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിന് പിന്നിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചത് ഷൈനി ടീച്ചറിന്റെയും ബഹുമാനപ്പെട്ട മാത്യു ആനത്താരക്കലച്ചന്റെയും ബഹുമാനപ്പെട്ട ഭാഷ്മച്ചന്റെയും കരങ്ങളാണ്. അവരുടെ കുടക്കീഴിൽ അണിനിരന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് കൊണ്ടാണ് SSLCക്കും ഹയർ സെക്കൻഡറിക്കും ഇത്ര നല്ലൊരു വിജയ ശതമാനം A+കളും നേടാൻ സാധിച്ചത്. അതിന് കുട്ടികളെ അഭിനന്ദിക്കുകയും ഇനി ഒരു A+ നഷ്ടപ്പെട്ട കുട്ടികളും ഒക്കെയുണ്ട്. എല്ലാ കുട്ടികളെയും ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളെ വിളിക്കുകയും ആദരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് ഏജൻസിക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Miss. Now, I would like to welcome Kumari Zumesi Joseph of Class 12A for the felicitation. സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടീച്ചർ, സ്കൂൾ മാനേജർ റവറൻഡ് മാത്യു ആനത്താരക്കലച്ച, ഉദ്ഘാടനം നിർവഹിച്ച കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ബാസ്റ്റിൻ മാത്യു മംഗലത്തിലച്ച, വേദിയിലേക്കുന്ന മറ്റു വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥിനികളെ, പ്രിയ വിജയിതാക്കളെ, ആദ്യം തന്നെ ഞങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഫലമാണ് നിങ്ങൾക്ക് ലഭിച്ച ഈ അംഗീകാരം. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ പഠനത്തിൽ വിജയം വരിച്ചില്ലെങ്കിൽ നമ്മൾ വളരെയധികം പ്രതിസന്ധി നേരിടേണ്ടി വരും. കാരണം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ പഠനത്തിനുള്ള നമ്മുടെ മികവ് വളരെ പ്രാധാന്യം ഉളവാക്കുന്നു. നെൽസൺ മണ്ടേല പറഞ്ഞത് ലോകത്തെ മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വിദ്യാഭ്യാസമാണെന്നാണ്. വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കുന്നത്. ഒരു വ്യക്തിയുടെ വികസനത്തിലും അവനെ അറിവുള്ള ഒരു പൗരനാക്കുന്നതിലും വിദ്യാഭ്യാസം സഹായിക്കുന്നു. ഞങ്ങളുടെ ആദ്യ മേഖലകളിൽ +1 ആദ്യ മേഖലകളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ചോദ്യത്തിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രോത്സാഹനങ്ങളുമാണ് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത്. നിങ്ങളുടെ ഈ വിജയം ഞങ്ങൾക്കൊരു പ്രചോദനമാണ്. നിങ്ങൾക്ക് ഈ അംഗീകാരം ലഭിച്ചതിന് അനേകം പേർ കാരണമായിട്ടുണ്ടായിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന പോലെ സർവശക്തനായ ദൈവത്തിനെ അനുഗ്രഹം. 2 നമ്മുടെ അധ്യാപകർ. സ്കൂൾ സമയത്തും മറ്റും എന്ത് ഡൗട്ടുമായി എത്തിയാലും അതിനെല്ലാം നമ്മളെ സഹായിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. പ്രത്യേകിച്ച് മുൻവർഷത്തെ നമ്മുടെ പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ. ഷൈനി ടീച്ചർ നമ്മുടെ ഒരു അധ്യാപിക മാത്രമല്ലായിരുന്നു, പ്രിൻസിപ്പളും അല്ലായിരുന്നു, മറിച്ച് നമുക്ക് നമ്മുടെ ഒരു അമ്മ കൂടിയായിരുന്നു. അതുപോലെയായിരുന്നു മിസ് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാ കാര്യത്തിലും നിങ്ങളെ സപ്പോർട്ട് നയിച്ച് നിങ്ങളെ മുന്നോട്ട് നയിച്ചവരാണ് പറയുന്നത്. അതിലൊരു ഡൗട്ടുമില്ല.
അർപ്പണബോധത്തോടെ നിങ്ങൾ ചെയ്ത പരിശ്രമവും ഈ വിജയത്തിന് കാരണമാണ്. വിജയം എന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അതിലുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഇനി ഒരു ചെറിയ കഥ പറയാം. ഒരിക്കലും ഒരു അച്ഛൻ തന്റെ മകന്റെ കൂടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വരുമ്പോ മകൻ അച്ഛനോട് ഒരാഗ്രഹം പറഞ്ഞു, അച്ഛാ എനിക്ക് മരത്തിന്റെ ചില്ലയിലൊന്ന് തൊണ്ടാന്ന്. അച്ഛൻ വളരെയധികം അവനെ പ്രോത്സാഹിച്ചു. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള എല്ലാം പ്രോത്സാഹന വാക്കുകൾ അവനോട് പറഞ്ഞു. അങ്ങനെ മകന് മരച്ചില്ലയിൽ തൊടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനെ ആഗ്രഹം എന്ന് പറയുന്നത് മരച്ചില്ല ഒടിക്കാനുള്ള ആഗ്രഹം. അതിന് വളരെയധികം അവനെ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു. നിന്നെ കൊണ്ട് ഇത് പറ്റും, നിന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള പ്രോത്സാഹന വാക്കുകൾ അവന് നൽകി. പക്ഷെ അവൻ കരഞ്ഞോട് പറഞ്ഞു, അച്ഛൻ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അച്ഛൻ ചുമ്മാ എന്നെ പറ്റിക്കും, അച്ഛൻ കള്ളം പറയുമെന്ന് പറഞ്ഞു. അച്ഛൻ മകനോട് പറയുന്നുണ്ട്, നീ ആ മരച്ചില ഒടിക്കാനുള്ള ആഗ്രഹമേ എന്നോട് പറഞ്ഞോളൂ. ഒരു പക്ഷെ നീ എന്നെ സഹായത്തിന് വിളിച്ചിരുന്നെങ്കിൽ നിന്നെ സഹായിക്കുമായിരുന്നു. അങ്ങനെ നിന്റെ ആഗ്രഹം സഫലമാക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നു. ഇനി ലോകത്തിന്റെ വിശാലമായ കോണിലേക്ക് ഇറങ്ങാൻ പോകുന്നവരാണ് നിങ്ങൾ. അവിടെ നിങ്ങളെ സഹായിക്കാൻ അനേകം പേർ കാണും. അവരുടെ എല്ലാ സഹായത്തോടെയും നിങ്ങളുടെ കഠിനാധ്വാനത്തോടെയും വിജയങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഡ്രീം 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 ട്രാൻസ്ഫോം into thoughts and thoughts into action. Thank you. Thank you, Joe. This year has been nothing short of remarkable for our students. Each one of you has shown exceptional dedication, perseverance and commitment to the academic excellence. Now it's time for the prize distribution. So I call upon Asha Miss to announce the prizes. വിജയങ്ങൾ കരസ്ഥമാക്കി മുത്തോലി സെന്റ് ആന്റണീസ് സ്കൂളിന്റെ അഭിമാന താരങ്ങളായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. 10+2 ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി സ്കൂളിന്റെ അഭിമാന താരങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള മെമ്മന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്യുന്നു. +2-ൽ A+ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും മുൻ പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ, 10 A+ നേടിയ വിദ്യാർത്ഥികൾ മുൻ ഹെഡ് മിസ്റ്റേഴ്സ് ജിജി ടീച്ചർ ഈ വർഷം പ്രത്യേകമായി ക്യാഷ് അവാർഡും നൽകുന്നു. ഷൈനി ടീച്ചറിനും ജിജി ടീച്ചറിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ബാസ്റ്റിൻ മംഗലത്തിൽ CMIയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡിനർഹരായവർ 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ സ്കൂളിന്റെ അഭിമാനമായ അർജുൻ അശോക്, +2 A+ നേടിയവർ അഞ്ജലി രാജ്, Meera Suresh, Ayana Mariam Sunil, Adira PS, Angel Mary John, Gengamol KK, Beatrice Matthews.
അവർക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചു. ഡിഗ്രി ക്ലാസ്സിൽ നന്ദിയായതുകൊണ്ട് അവർക്ക് അവിടെ പോവേണ്ടതായി വന്നതുകൊണ്ട് ആ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ അവർക്ക് സാധിച്ചില്ല. അവരെ അഭിനന്ദിക്കുന്നു ഈ അവസരത്തിൽ. +1 എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് ഒരു സ്നേഹോപഹാരം നൽകുകയാണ്. ആരൻ ജോഷി, ജോയൽ മാത്യു തോമസ്, സ്റ്റീവ് ഷിബി ജോർജ്, അക്ഷയ കെ സന്തോഷ്. സാമൂഹ്യ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമാനപ്പെട്ട വൈദികർ, മുൻ അധ്യാപകർ, സുമനസ്സുകൾ എന്നിവർ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പഠനം, കല, കായികം, സൽസ്വഭാവം, മൂല്യബോധം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്ക് സ്കോളർഷിപ്പുകൾ നൽകി വരുന്നു. ഈ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയ വിശിഷ്ട വ്യക്തികൾ, കുടുംബങ്ങൾ എന്നിവരെ ഏറ്റവും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ മാത്യു ആനത്താരക്കൽ സിനിമയെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുത്തോലി സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ സ്കോളർഷിപ്പ് അർഹരായവർ മാത്യു റോബിൻ, അർജുൻ അശോക്. അർഹത നേടിയിരിക്കുന്നവർ ഗുഡ്വിൻ ബൈജു, അർജുൻ അശോക്. ഗോൾഡൻ ജൂബിലി ഓഫ് റിലീജിയസ് പ്രൊഫഷൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഓഫ് റവറൻഡ് ഫാദർ അലക്സാണ്ടർ കട്ടക്ക MCMI അർഹത നേടിയിരിക്കുന്നവർ റോഷൻ ബിനോയ്, Abel Shindo, Christian Kejo, Chamara Scholarship അർഹത നേടിയിരിക്കുന്നവർ അദിത് ബിപിൻ, ഏറത്തുമലയിൽ ഔസേഫ് വർഗി ആൻഡ് മറിയം ഔസേഫ് മെമ്മോറിയൽ സ്കോളർഷിപ്പ് അർഹത നേടിയിരിക്കുന്ന ആദിത്യ കൃഷ്ണ സോമൻ, മാത്യു റോബിൻ. ഫാദർ JJ മുത്തക്കണ്ണ മെമ്മോറിയൽ സ്കോളർഷിപ്പ് അർഹത നേടിയിരിക്കുന്നവർ അർജുൻ അശോക്, ജോസഫ് പി ടോമി, അഷിൻ CS. ടീച്ചേഴ്സ് മെമ്മോറിയൽ ഫാദർ ലിഗോരി എൻഡോവ്മെന്റ് അർഹത നേടിയിരിക്കുന്ന ജെറിൻ ജോഷി. അജീവ് ലൂക്കോസ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത്
ഏബൽ ഷിൻഡോ. തോമസ് പാറയിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് ജോസഫ് അനിൽ. പഴയ ക്രിക്കറ്റ് PJ ജോസഫ് സാർ മെമ്മോറിയൽ എൻഡോവ്മെന്റ് അർഹത നേടിയിരിക്കുന്നത് മെൽവിൻ ബിജു. ചെറിയത്ത് ജോർജ് മണ്ണു കുശുമ്പിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് അർഹത നേടിയിരിക്കുന്നവർ അഭി അശോക്, ജോസഫ് വിറ്റോമി, ഋത്വിക് കെ ജോർജ്. സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത മാധ്യമത്തിലേറെ നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ഉള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തതിനായിട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മിനി ടീച്ചറിനെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. കന്നടക്കാട് മാണി മെമ്മോറിയൽ എൻഡോവ്മെന്റ് അർഹത നേടിയിരിക്കുന്നത് അർജുൻ അശോക്. KC ചക്ര കളത്തിപ്പുല്ലാൻ മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് ഏബൽ ഷിൻഡോ. CJ ചാക്കോ ചൊള്ളാനിക്കൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് അർഹത നേടിയിരിക്കുന്നത് അർജുൻ അശോക്. ഐക്കര പാപ്പച്ചൻ മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയവർ അദ്വൈത് എസ്, ജേക്കബ് ഷിജോ. വർക്കി ഫിലിപ്പ് നെടുമുറം മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് അർജുൻ അശോക്. KM വർക്കി കാരാട്ട് മെമ്മോറിയൽ എൻഡോവ്മെന്റ് അതും നേടിയിരിക്കുന്നത് അർജുൻ അശോക് തന്നെ. അർജുൻ അശോക് അവിടെ തന്നെ തുടർന്നാൽ മതി. അടുത്തത് മിസ്റ്റർ ആൻഡ് മിസസ് വർക്കി മത്തായി നെടുമ്പുറം മെമ്മോറിയലും നേടിയിരിക്കുന്നത് അർജുൻ അശോക് തന്നെയാണ്. പേരമ്പശ്ശേരി കരോട്ട് PJ ജോസഫ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് ജിബിൻ മനോജ്. തണ്ണിപ്പാറ സ്കറിയ ചാട്ട മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് ഗുഡ്വിൻ ബൈജു. പ്ലാത്താട് മത്തായി മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് യേതു കൃഷ്ണൻ കെ. വേഴമ്പശ്ശേരി കരോട്ട് വിജയ് ജോർജ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് ജിസ് പി ജോൺ. ഔസേഫ് ജോസഫ് കരിമറ്റത്തിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നവർ ലിയമോൾ വർഗീസ്, ആൽവിൻ ബേബി. സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തതിനായി ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റർ ഷൈനി ടീച്ചറിനെ ക്ഷണിക്കുകയാണ്.
നേടിയവർ ഗോഡ്വിൻ ഗോപി, അലൻ ജോബി, ജെറിൻ ജോഷി. ടി തോമസ് കോപ്പിൽ മെമ്മോറിയൽ എൻഡോമെന്റ് നേടിയിരിക്കുന്നത് ജോസഫ് പി ടോമി. ഏലിയാമ്മ മാത്യു കല്ലുകുന്ന മെമ്മോറിയൽ എൻഡോമെന്റ് അർഹത നേടിയവർ ജിബിൻ ഷാജി മാത്യു, ഗുഡ്വിൻ ബൈജു, ദേവദത്ത് എം. അടുത്തത് PTA ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകൾ ആണ്. ഇതിന് അർഹത നേടിയിരിക്കുന്നവർ ഗൗതം കൃഷ്ണ എസ്, പ്രണവ് TA, അഭി അശോക്, എബിസൺ ജോസഫ് ജോർജ്, ലിയമോൾ വർഗീസ്, ജേക്കബ് ഷിജോ, ലെന വർഗീസ്, അക്സോണ അക്തർ, അതുല്യ റെജി, അക്ഷയ കെ സന്തോഷ്, അമല മാത്യു, ജോസ്മി ജോഷി, ജെയിംസ് തോമസ്, അശ്വിൻ ടോണി, and Nevin Sajan. ക്രിയേഷൻ കണ്ണൂർ CMAയുടെ പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നവർ മെൽവിൻ ബിജു, ഗുഡ്വിൻ ബൈജു, and ദേവദത്ത് എം. അടുത്തത് വൈദ്യകലാനിധി KK കത്ത മെമ്മോറിയൽ എൻഡോമെന്റ് നേടിയിരിക്കുന്ന അർജുൻ അശോക്. സെന്റ് ആന്റണീസ് ബോർഡിങ്ങിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് നേടിയിരിക്കുന്നത് വിനീത് ജോയ്. മലക്കി CMI മെമ്മോറിയൽ സ്കോളർഷിപ്പ് അർഹത നേടിയത് മാത്യു റോബിൻ. ഫാദർ പപ്പിയ CMI മെമ്മോറിയൽ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്ന ആദിത്യ ബിപിൻ. അഭിജിത്ത് വിജയൻ വെള്ളരിങ്ങാട്ട് മെമ്മോറിയൽ സ്കോളർഷിപ്പ് അർഹരായവർ വിപിൻ മനോജ് ആൻഡ് ഏബൽ ഷിഡോ.
ഏറത്തുമലയിൽ ഏലിക്കുട്ടി ജോസഫ് മെമ്മോറിയൽ എൻഡോവ്മെന്റ് നേടിയിരിക്കുന്നത് ദേവദത്ത് എം. സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത ഹെഡ്മിസ്ട്രസ് ഷൈനി ടീച്ചറിനെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത IPTA പ്രസിഡന്റ് ശ്രീ ഷിജോ ജോസഫ് സാറിനെ ക്ഷണിക്കുകയാണ്. ഫാദർ വിക്ടർ നെൽവേലി CMI ട്രസ്റ്റ് ബഹുമാനപ്പെട്ട ഫാദർ വിക്ടർ നെൽവേലിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഡോവ്മെന്റ് ആണ്. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ ടോപ്പേഴ്സ് നൽകുന്ന സ്കോളർഷിപ്പാണിത്. ഇതിനോടുകൂടി ഓരോ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ നിന്ന് അബ്ദുൽ ദാസ്, Joel Matthew Thomas, Alina Ando, Utoli Sanjanis, School Principal retired ചെയ്ത ശ്രീമതി ജെസിമാതി അനിതോട് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പ് അർഹത നേടിയവർ അലീന ആന്റോ, ടീസ മരിയ ഷൈബു. രണ്ടുപേരും ഇന്ന് ഡിഗ്രി ക്ലാസ്സുകളിൽ പ്രവേശിക്കാനായിട്ട് പോയിരിക്കുന്നു. അവർ അറിയിച്ചിരുന്നു. അവർക്ക് അഭിനന്ദനങ്ങൾ. മുൻ ഹെഡ് മാസ്റ്റർ പയ്യാനിമഠത്തിൽ ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ് സാർ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് നേടിയിരിക്കുന്നത് അബ്ദുൽ അശോക്. സ്കോളർഷിപ്പ് വിതരണം ചെയ്ത ഷിജ സാറേക്ക് നന്ദി
അർപ്പിക്കുന്നു. അപ്പൊ സ്കോളർഷിപ്പ് വിതരണം പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ഇത് ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ലഭിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. 10+2 അവർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചവര് 10ാം ക്ലാസ് SSLCക്കും +2 സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവയ്ക്കേണ്ടതുണ്ട്. സ്റ്റേജിനോട് യാതൊരു കൗണ്ടർ ഉണ്ട് പുറത്ത്, അവിടെ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ അവർ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. മറുപടി പുസ്തകത്തിനായി നമ്മുടെ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിനിയായിരുന്ന കുമാരി അഞ്ജലി രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ബാസിൽ മംഗലത്തിൽ CMI, സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു മണത്തരക്കൽ CMI, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മിനി മാത്യു, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നിവിടെ ഈ സ്കൂളിൻ്റെ നൃത്യ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്കേറെ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നുന്നു. 2024 അധ്യയന വർഷത്തിൽ ഒരു മികച്ച റിസൾട്ട് കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയത്തിന് പിന്നിൽ ഓരോ വിദ്യാർത്ഥികളുടെയും കഠിനാധ്വാനത്തിനോടൊപ്പം സ്കൂൾ മാനേജ്മെന്റും ഇവിടുത്തെ അധ്യാപകരും വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2022 ഓഗസ്റ്റ് 25-ാം തീയതി പുതിയ സ്വപ്നങ്ങളുമായി ഈ സ്കൂളിലേക്ക് കടന്നു വന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ച ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഷൈനി മിസ്സിനെയും ക്ലാസ് ടീച്ചേഴ്സ് ആയിരുന്ന ആശ മിസ്സിനെയും ബീന മിസ്സിനെയും ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഓരോ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ പഠന കാര്യങ്ങളിൽ വരുന്ന ഓരോ സംശയങ്ങൾക്കും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടുത്തെ അധ്യാപകർ മറുപടി തന്നിട്ടുണ്ട്. പഠന കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റു കലാപരമായ കാര്യങ്ങളിലും കായികപരമായ കാര്യങ്ങളിലും ഉന്നത വിജയം നേടാൻ വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും സ്കൂളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനോടടുത്തപ്പോൾ സംശയങ്ങൾ മാറുന്നതുവരെ ലാബിൽ കയറി ചെയ്തു നോക്കുവാനും അതുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. പഠന കാര്യങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെയും നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ അധ്യാപകർ നയിച്ച റെമഡിയൽ ക്ലാസുകളും മറ്റും ഈ സ്കൂളിന്റെ വിജയത്തിൽ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ അധ്യാപകർക്കും മാനേജ്മെന്റിനും ഞങ്ങളുടെ ബാച്ചിലെ ഓരോ വിദ്യാർത്ഥികളുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. എന്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച 2 വർഷങ്ങളാണ് +1 +2. ഈ കാലയളവിൽ ഈ സ്കൂളിൽ പഠിക്കാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇനിയും നമ്മുടെ സ്കൂളിന് ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Anjali. At last, I would like to welcome Srimati Shaini Joseph, the headmistress of St. Agnes HSS Mutholi, to propose the vote of thanks. സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, ഏറെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. നമ്മുടെ SSLCക്കും +2-നും ഫുൾ A+ കിട്ടിയ എല്ലാ കുട്ടികളെയും ഏറെ അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയും അവർക്ക് ഏറ്റവും ഹൃദ്യമായ ആശംസ അറിയിക്കുകയും ചെയ്യുന്നു. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നിട്ട് ഈ കോർപ്പറേറ്റ് മാനേജർ, നമ്മുടെ CMI സഭയുടെ കോർപ്പറേറ്റ് മാനേജർ ബഹുമാനപ്പെട്ട ബാസ്റ്റിൻ മംഗലത്തിൽ അച്ഛനാണ് ഈ യോഗത്തിന് ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ ഏത് ആവശ്യത്തിനും സ്കൂളിന്റെ ഏതൊരു കാര്യത്തിനും ഏറെ താല്പര്യത്തോടെയും ഏറെ സന്തോഷത്തോടെയും ഇവിടേക്ക് കടന്നു വരുന്നതാണ് ബാസ്റ്റിനച്ഛൻ. സ്കൂളിന്റെ ഏതൊരാവശ്യം പറഞ്ഞാലും എപ്പോഴും നമ്മോടൊപ്പം അച്ഛനുണ്ട്. ഏറെ തിരക്കുകൾക്കിടയിലും അച്ഛൻ ഇന്ന് ഇവിടെ സന്നിഹിതനാണ്. അച്ഛന് സെയിന്റ് ആന്റണീസ് കുടുംബത്തിന്റെ പേരിൽ
ഏറ്റവും ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ മാത്യു ആനത്താരിയുടെ അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ നമ്മുടെ ഇടയിൽ അച്ഛൻ എപ്പോഴും ഉണ്ട്. അച്ഛന്റെ സാന്നിധ്യം തന്നെ നമുക്കൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അച്ഛനെ ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ സംബന്ധിച്ചതിനുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. PTA പ്രസിഡന്റ് ഷിജോ സാർ ഈ സ്കൂളിലെ ഏതൊരു ആവശ്യത്തിനും എപ്പോഴും നമ്മളോടൊപ്പമുള്ള വ്യക്തിത്വമാണ്. എപ്പോഴേത് ആവശ്യത്തിന് വിളിച്ചാലും ഇവിടേക്ക് കടന്നു വരികയും നല്ല വാക്കുകൾ നമ്മോട് പറയുകയും ചെയ്യാറുണ്ട്. PTA പ്രസിഡന്റിന് ഈ കുടുംബത്തിന്റെ പേരിൽ സെന്റ് ആന്റണീസ് സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും PTA മെമ്പേഴ്സിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ടീച്ചർ എപ്പോഴും നമ്മോടൊപ്പമുള്ള വ്യക്തിത്വമാണ്. ഔദ്യോഗികതയുടെ പേരിൽ ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കഴിഞ്ഞ വർഷത്തെ മിസ്സസ് ജിജി ടീച്ചർ, ബീന ടീച്ചർ ഒക്കെയുണ്ട്. ജിജി ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ 100% വിജയവും ഒരു ++ നമുക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ജിജി ടീച്ചറിന്റെ വളരെ മനോഹരമായ പ്രയത്നമാണ് 100% വിജയം എന്നുള്ളത്. ഈ അവസരത്തിൽ ജിജി ടീച്ചറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്കൂളിനോടുള്ള എല്ലാ ആത്മാർത്ഥതയെയും ആദരവോടെ ഞങ്ങൾ ഓർക്കുകയും ടീച്ചറിന് ഏറെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രിൻസിപ്പളായിരുന്ന ഷൈനി ടീച്ചറിന് വരാൻ സാധിച്ചില്ല എങ്കിലും ഷൈനി ടീച്ചറിന്റെ അഭാവത്തിൽ ഷൈനി ടീച്ചറിനും നല്ല റിസൾട്ട് ലഭിക്കുവാൻ പരിശ്രമിച്ച ആ പരിശ്രമത്തിന് ഞങ്ങളുടെ സെന്റ് ആന്റണീസ് കുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം ഏറെ മനോഹരമാക്കിയത് തീർച്ചയായും ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ദൃഢമായ പ്രയത്നമാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പരിപാടി നമ്മൾ ചാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ അവധി കാരണം നീണ്ടുപോവുകയായിരുന്നു. എന്തായിരുന്നാലും ഏറെ കഷ്ടപ്പെട്ട് ഇവിടെയെല്ലാം ഇത്രയും മനോഹരമാക്കി തീർത്ത അധ്യാപകരെയും അനധ്യാപകരെയും അതുപോലെ GTC സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരെയും ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓരോരുത്തരെയും അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഇന്ന് സ്കൂളിൽ ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ അത് കഴിച്ചിട്ട് മാത്രമേ പോകാവൂ എന്നറിയിക്കുന്നു. താങ്ക് യു. Thank you, Miss. Let's stand up for the national anthem. भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगाल, विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा, तब शुभ नामे जागे, तब शुभ आशीष मागे, गाहे तब जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।